വനിതാ ടി20 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തങ്ങളുടെ ആധിപത്യം തുടരുകയാണ്. ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ അക്ഷരാർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് ഓസീസ് പട കാഴ്ചവെച്ചത്. 113 റൺസ് എന്ന കൂറ്റൻ മാർജിനിലാണ് ഓസ്ട്രേലിയ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞത്. ലോകകപ്പിന്റെ നിർണായക ഘട്ടത്തിലെത്തിനിൽക്കെ ഈ വിജയം ഓസ്ട്രേലിയയുടെ സെമിഫൈനൽ സാധ്യതകൾക്ക് കൂടുതൽ കരുത്തേകിയിരിക്കുകയാണ്. മത്സരത്തിലേക്ക് കടന്നാൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയൻ വനിതാ നിര തങ്ങളുടെ കരുത്ത് പുറത്തെടുക്കുന്നതാണ് കണ്ടത്. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ പാകിസ്ഥാന് മുന്നിൽ ഉയർത്തിയത്. തുടക്കം മുതൽ തന്നെ ആക്രമണോത്സുകമായ ബാറ്റിംഗാണ് ഓസീസ് താരങ്ങൾ പുറത്തെടുത്തത്. എല്ലിസ് പെറിയുടെ ഉജ്ജ്വലമായ പ്രകടനമാണ് ഓസ്ട്രേലിയൻ സ്കോർബോർഡിന് കരുത്തായത്. 71 റൺസെടുത്ത പെറി ബാറ്റിംഗിൽ ടീമിന്റെ നട്ടെല്ലായി മാറി. കൂറ്റൻ സ്കോറിലേക്ക് ടീമിനെ നയിക്കുന്നതിൽ ജോർജിയ വോളിന്റെ സംഭാവനയും വളരെ വലുതായിരുന്നു. 39 റൺസാണ് ജോർജിയ വോൾ ടീമിനായി അടിച്ചുകൂട്ടിയത്. കൂടാതെ അന്നാബെൽ സദർലൻഡിന്റെ 27 റൺസും നിക്കോള കാരിയുടെ 26 റൺസും ചേർന്നപ്പോൾ ഓസ്ട്രേലിയ അനായാസം 200 റൺസിന് അടുത്തെത്തി. മറുവശത്ത് പാകിസ്ഥാൻ ബൌളർമാർ ഓസീസ് ബാറ്റർമാരെ പിടിച്ചുകെട്ടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അത് കാര്യമായി വിജയിച്ചില്ല. എങ്കിലും പാകിസ്ഥാൻ നിരയിൽ സാദിയ ഇക്ബാൽ, രമീൻ ഷമീം, നഷ്ര സന്ധു എന്നിവർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ഇവർ 3 പേരും ഓരോരുത്തരും 2 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി ഓസ്ട്രേലിയൻ സ്കോറിംഗിനെ ഒരു പരിധിവരെ തടയാൻ ശ്രമിച്ചു. ക്യാപ്റ്റൻ ഫാത്തിമ സന 1 വിക്കറ്റും വീഴ്ത്തി. തുടർന്ന് 200 റൺസ് എന്ന വലിയ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിലെ ഓസ്ട്രേലിയൻ ബൌളർമാർ തിരിച്ചടി നൽകി. ഓസീസ് ബൌളിംഗ് ആക്രമണത്തിനു മുന്നിൽ പാക് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് കണ്ടത്. 13.4 ഓവറിൽ വെറും 86 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ടായി. പാക് നിരയിൽ വിക്കറ്റ് കീപ്പർ മുനീബ അലി മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നോക്കിയത്. 32 റൺസാണ് താരം നേടിയത്. ക്യാപ്റ്റൻ ഫാത്തിമ സന 17 റൺസും ഇറാം ജാവേദ് 14 റൺസും നേടി. എന്നാൽ മറ്റാർക്കും തന്നെ 2 അക്കം പോലും കടക്കാൻ സാധിച്ചില്ല എന്നതും പാകിസ്ഥാന്റെ ദയനീയ പ്രകടനത്തിന് തെളിവാണ്. ഓസ്ട്രേലിയൻ ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനമാണ് പാകിസ്ഥാനെ തകർത്തത്. ക്യാപ്റ്റൻ സോഫി മൊളിനെക്സ്, അന്നാബെൽ സദർലൻഡ്, എല്ലിസ് പെറി എന്നിവർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ് 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ജോർജിയ വേർഹാം 1 വിക്കറ്റും സ്വന്തമാക്കി. ഇതിനു പുറമെ ഫീൽഡിംഗിലെ മികവ് കൂടി ചേർന്നപ്പോൾ 3 പാക് ബാറ്റർമാർ റണ്ണൌട്ടിലൂടെ പുറത്തായത് പാകിസ്ഥാന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചു. ഈ ഗംഭീര വിജയത്തോടെ 8 പോയിന്റുകൾ സ്വന്തമാക്കിയ ഓസ്ട്രേലിയ ഗ്രൂപ്പ് എയിൽ ഒന്നാമതാണ്. സെമിഫൈനൽ സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പിച്ച ഓസ്ട്രേലിയ വരാനിരിക്കുന്ന മത്സരങ്ങളിലും ഇതേ ഫോം തുടരാനാവും ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ പരാജയം. എന്തായാലും വനിതാ ടി20 ലോകകപ്പിലെ ഈ മത്സരം ഓസ്ട്രേലിയയുടെ കരുത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ തന്നെയായിരിക്കും ഇത്തവണത്തെ കിരീടം നിലനിർത്തുക എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ അട്ടിമറികളുമായി മറ്റൊരു ടീം മുന്നിലെത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.